കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല സംശയങ്ങളുമുണ്ട്. ആരൊക്കെയാണ് ഇതിൽ പണം ചിലവിടുന്നത്? സ്പോൺസറിന്റെ മാത്രം കയ്യിലാണോ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ ഈ ദിവസം അത്രയും ചോദിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷേ സ്പോൺസർ മാത്രമല്ല പണം ചിലവഴിക്കുന്നത്. കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ GCDAയും പണം ചിലവിടുന്നുണ്ട്. 31.84 ലക്ഷം രൂപയുടെ ഇലക്ട്രിക്കൽ ജോലിയുടെ അനുമതി ഭരണസമിതി യോഗത്തിൽ വെച്ചു. ഇതുകൂടാതെ മറ്റ് 3 ടെൻഡറുകളിലായി മൊത്തം 55 ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്ക് GCDA ടെൻഡർ വിളിച്ചതായാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ പണം മുടക്കുന്നത് ആരൊക്കെ? സ്പോൺസറുടെ ചെലവിലാണ് എല്ലാം നടക്കുന്നതെന്നായിരുന്നു നേരത്തെ സർക്കാർ അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ സർക്കാരും ഇതിന്റെ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ നവീകരിക്കാൻ പണം മുടക്കാൻ കഴിഞ്ഞ സെപ്റ്റംബർ 30-ന് കായിക മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനിച്ചു എന്നത് GCDA രേഖയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ സർക്കാർ ഇതുവരെ പണം കൈമാറിയതായി യാതൊരു വിവരവുമില്ല. ഇതോടൊപ്പം തന്നെയാണ് GCDA സ്റ്റേഡിയം നവീകരണത്തിന് പണം മുടക്കുന്നു എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 4 പ്രവൃത്തികളാണ് GCDA ഏറ്റെടുത്തതായി അവരുടെ ടെൻഡർ രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി സ്റ്റേഡിയത്തിലെ ഇലക്ട്രിക്കൽ ജോലികളാണ്. അതായത് ഈ അർജന്റീന മത്സരത്തിന് മുൻപ് സ്റ്റേഡിയത്തിലെ ഇലക്ട്രിക്കൽ സംവിധാനം പൂർണ്ണമായും നവീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി 31,84,000 രൂപയുടെ വലിയ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അതിനുള്ള അംഗീകാരം നേരത്തെ GCDA ചെയർമാൻ നൽകിയിരുന്നു. അത് ഭരണസമിതിക്ക് മുന്നിലെത്തിച്ച് ഭരണസമിതിയുടെ കൂടി അംഗീകാരം നേടാനായിരുന്നു ഈ അജണ്ട പ്രകാരം കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിലെ ഫയർ ഫൈറ്റിംഗ് സംവിധാനം അത് നവീകരിക്കുന്നതിന് 18.5 ലക്ഷം രൂപയുടെ വലിയൊരു പദ്ധതിക്ക് കൂടി GCDA ശ്രമിച്ചിരുന്നു. അതിന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സ്റ്റേഡിയത്തിലെ ട്രാൻസ്ഫോമറുകളും ജനറേറ്ററുകളും അടക്കം റിപ്പയർ ചെയ്യുന്നതിനുള്ള സംവിധാനത്തിന് വേണ്ടിയുള്ള ടെൻഡർ കൂടി GCDA ക്ഷണിച്ചിരിക്കുന്നത്. ഇത് മൊത്തം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 55 ലക്ഷത്തോളം രൂപയുടെ വലിയ പണച്ചെലവ് GCDAയുടെ ഭാഗത്ത് നിന്ന് ഈ അർജന്റീന മത്സരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഈ ടെൻഡർ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് നമ്മൾ GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ളയോട് ചോദിച്ചപ്പോൾ പല ടെൻഡറുകളും വിളിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ GCDA സെക്രട്ടറിക്കാണ് അറിയാവുന്നതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും ഈ സ്റ്റേഡിയം നവീകരണത്തിന്റെ കാര്യത്തിൽ GCDA ക്രമപ്രകാരം ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. സ്റ്റേഡിയത്തിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.